ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഹോക്സ് ബെയിലെ നേപ്പിയർ എന്ന സിറ്റിയിലേക്കാണ്. ഏകദേശം 4.5 മണിക്കൂർ എടുത്തുട്ടോ അവിടെ എത്താനായിട്ട്. നേപ്പിയറിലേക്ക് പോകുന്ന വഴിക്ക് ഇടതൂർന്ന മരങ്ങളും കോടമഞ്ഞും ചെറിയ കുന്നുകളും മലകളും എന്തിന് പ്രകൃതിയുടെ മാസ്മരിക ഭംഗി ആസ്വദിച്ചുമാണ് ഞങ്ങൾ പോയത്. ഈ റൂട്ടിൽ കൂടി ഏർലി മോർണിംഗ് പോകുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തെന്ന് വെച്ചാലേ റോഡെല്ലാം കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്പം സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 8 മണിയോടുകൂടി കോടമഞ്ഞെല്ലാം പതുക്കെ മാറി തെളിഞ്ഞ ആകാശം കണ്ടു തുടങ്ങി. നേപ്പിയർ എത്തുന്നതിന് മുൻപേ വിൻഡ് ടർബൈൻസ് ഞങ്ങൾ കണ്ടിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കാറ്റാടികൾ കണ്ടിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് ഇതൊരു കൗതുകവും ഫസ്റ്റ് എക്സ്പീരിയൻസും ആയിരുന്നു. ഈ കാണുന്ന ആട്ടോ വിൻഡ് ടർബൈൻസിന്റെ ഒരു ക്ലോസ് വ്യൂ. നേപ്പിയറിൽ ഞങ്ങൾ ആദ്യം പോയത് മാറെ ടൊട്ടാറ ഫോൾസിലേക്കാണ്. കാർ പാർക്കിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട് അവിടേക്ക് എത്താനായിട്ട്. നല്ല സീനിക് ബ്യൂട്ടിയുള്ള ഒരു വാട്ടർഫോൾസ് ആയിരുന്നു മാറെ ടൊട്ടാറ ഫോൾസ്. ഗൂഗിൾ ഫോട്ടോസിൽ ഈ വാട്ടർഫോൾസിന്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്നാൽ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം വാട്ടർഫോൾസിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഞങ്ങൾ വന്നു. വാട്ടർഫോൾസിൻ്റെ താഴെയായിട്ട് ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നീന്തൽ അറിയാവുന്നവർക്ക് സേഫായിട്ട് സ്വിം ചെയ്യാം. വാട്ടർഫോൾസിൻ്റെ താഴത്തെ വ്യൂ കാണാനായി ദേ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണേ. വലിയ ഒരു വാട്ടർ ടണലിന്റെ മുകളിൽ കൂടിയാണ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നത് കേട്ടോ. താഴെ എത്തിയപ്പോൾ ദേ ഒരു വലിയ റോക്കിന്റെ മുകളിൽ ഒരു ട്രീ. പെട്ടെന്ന് അദ്വൈതിന് തോന്നി ഒന്ന് കയറി കളഞ്ഞേക്കാമെന്ന്. ഒരു കുട്ടി സാഹസികത അല്ലേ? വാട്ടർഫോൾസ് കാണിച്ചിട്ട് ആ ഒറിജിനൽ സൗണ്ട് കേട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും അതൊരു വാട്ടർഫോൾസ് ആണെന്ന്? പിന്നെ എല്ലാവർക്കും ഓരോ ഫോട്ടോ പോസും പറഞ്ഞു കൊടുത്ത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഒന്ന് പോസ് ചെയ്തു. അപ്പോൾ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ? പണ്ട് 1922 ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ബിൽഡ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. എടാ പിന്നെ ഇങ്ങനെ ഒന്നും അല്ലടാ. എടേ നമുക്ക് വീട്ടിലൊന്ന് പോവണ്ടേ? നേപ്പിയറിലെ അടുത്ത ലൊക്കേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.